ഒരു പെൺകുട്ടി ഇങ്ങനെ വഴിയിൽ നിന്ന് കരയും, എന്തിനാ മോളെ കരയെന്ന് വെച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന്, ഞാനൊരു അടിമപ്പെണ്ണാണ്, വീട്ടിൽ നിന്ന് 2 ദിർഹം വന്നിട്ട് സാധനം വാങ്ങാൻ വെച്ചാണ്, അത് കാണുന്നില്ല, അതിനാ കരയണ്. എടുത്ത് കൊടുത്തു, പറയല്ലേ അഭയകേന്ദ്രം കൊടുത്തു, പോയിക്കാണോ. പിന്നെയും കരച്ചു. പിന്നെന്തിനാ മോള് കരയണത്? അത് കുറെ സമയമായി പരത്തുന്ന്, കുറെ മണിക്കൂർ എവിടെ പോയിനെന്ന് ചോദിക്കൂ. അപ്പൊ ഒരെന്നെ അടിക്കോന്ന് പേടിയുണ്ട്. മോളെ വീടെടെ വാ എന്നിട്ട് നടക്കാൻ താമസിച്ചു. 2ാമത്തെ സ്ഥലം മടക്കിയിട്ടുണ്ട്. തങ്ങളെ ദ്വാ കുറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തങ്ങളെന്താ വന്നേ? ഈ മോള് നിങ്ങളെ വീട്ടില്? അതെ. അത് ഈ ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് 2 ദിർഹം മിസ്സായി. ഞാൻ കൊടുത്തു. പിന്നെ ആ കുട്ടി പറഞ്ഞു നേരം വൈകിയതിന് നിങ്ങളെ വീട്ടുകാർ അടിക്കോന്ന് പേടിയുണ്ട്, ആ മോളെ അടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിട്ടാ വന്നേ. എത്ര ദൂരെ വെയിലത്ത് നടന്നു നോക്കി, ഒരു കൊച്ചു മോക്ക് വേണ്ടിട്ട്. അതുകൊണ്ടാ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തങ്ങള് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഉമ്മത്തിനെ മലക്കൾ നരകത്തിലിടുമെന്ന് പേടിച്ചിട്ട് അർശിന്റെ അവിടെ കാവല് പോയിട്ട് സ്വർഗത്തിൽ സുഖിച്ചിരുന്നൂടെ. എല്ലാ നബിമാർക്കും വെച്ചു കൊടുക്കുന്ന സിംഹാസനത്തിൽ പോയിട്ട് ഇരിക്കൂല തങ്ങള്. ഞാൻ ആടെ ഇരുന്ന എന്റെ ഉമ്മത്തിനെ ആരോ നോക്കുക എന്ന് വിചാരിച്ചിട്ട്. ആ തങ്ങളെ സ്നേഹിക്കാൻ ഇനി നിങ്ങൾക്ക് കുറെ തെളിവ് വേണം, കുറെ പ്രമാണം വേണം, അടുത്ത റിവ്യൂ ലെവലാവണം. അവിടുത്തെ വേദനിപ്പിക്കരുത്, അത് മതി. അതന്നെയാണ് ഏറ്റവും വലുത്.